ആശംസിക്കുന്നു. ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങൊരു നല്ല ഭരണാധിപനായിരുന്നു, മിനിസ്റ്റർ എന്നുള്ള നിലയിൽ നല്ല പെർഫോമറാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പെർഫോമൻസിനെ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അല്ല, ഞാൻ ആ നിലയിൽ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. ഞാനുമായിട്ട് വളരെ നല്ല സൗഹൃദമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം. അതായത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് വരാൻ കഴിഞ്ഞു. അത് ജനങ്ങൾ കൊടുത്ത ഒരു വിധിയാണ്. അതിലെ അദ്ദേഹത്തിന് അഭിമാനിക്കാം. ആ നിലയിലൊക്കെ അതൊരു പെർഫോമൻസ് തന്നെയാണല്ലോ. പക്ഷേ ഇപ്പോൾ അതിന് ശേഷമുള്ള ഭരണത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഭരണം അങ്ങ് ശരിയാകുന്നില്ല. പിണറായി ഒന്നാം സർക്കാരിൽ നിന്ന് രണ്ടാം സർക്കാരിലേക്ക് എത്തുമ്പോൾ അല്ല, ഒന്നാം സർക്കാരിനും രണ്ടാം സർക്കാരിൻ്റെയും വ്യത്യാസമല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രണ്ടാം സർക്കാരിലേക്ക് LDFനെ തന്നെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. അത് ഉണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് കൂടി കിട്ടിയ ഒരു മാൻഡേറ്റ് അല്ലേ പിണറായി വിജയൻ? മാൻഡേറ്റ് തന്നെ. പക്ഷേ മാൻഡേറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമായില്ലല്ലോ. മാൻഡേറ്റ് കൊടുത്ത അർപ്പിച്ച വിശ്വാസം തിരിച്ചു കൊടുക്കാൻ കഴിയണ്ടേ? ഇപ്പോൾ അത് കഴിയുന്നില്ല. അതാണ് പൊതുവെ രാഷ്ട്രീയത്തിലപ്പുറം സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുന്ന ആളാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പിണറായി വിജയനുമായിട്ടുള്ള അങ്ങയുടെ സൗഹൃദത്തിന് പലപ്പോഴും നെഗറ്റീവായ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പിണറായി കുഞ്ഞാലിക്കുട്ടി ചർച്ചയാണ് എന്നൊക്കെ പലരും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങുമായുള്ള പിണറായി വിജയൻ്റെ ഒരു ആത്മബന്ധം എങ്ങനെയാണ്? സൗഹൃദങ്ങൾ വെച്ച് രാഷ്ട്രീയം അളക്കണ്ട. സൗഹൃദമാണ്. അത് സൗഹൃദം, വ്യക്തിപരമായ സൗഹൃദം എന്ന് പറയുന്നത് അതും മുന്നണിയൊന്നും തമ്മിലൊരു ബന്ധം. അത് ഞങ്ങളൊന്ന് കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുമ്പോഴേക്ക് ഒന്നൊരു സ്ഥലത്തിരുന്ന് ഒരു 5 മിനിറ്റ് വർത്തമാനം പറയുമ്പോഴേക്ക് ഇത് ചർച്ചയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുണ്ടാക്കുന്നതാണ്. ലീഗ് അങ്ങനെ വിശ്വാസ്യത ബലിയർപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. അതാണല്ലോ അദ്ദേഹം പറഞ്ഞില്ലേ, ആ ലീഗ് അവിടെ നിൽക്കുന്നിടത്ത് കാരണം പറഞ്ഞില്ലേ. അതെന്താ പറയാൻ കാരണം? ലീഗ് അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു പാർട്ടിയല്ല. അങ്ങനെ ആയാറാം ഗയാറാമിൻ്റെ ഒരു ചരിത്രം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ഉള്ള ഭാഷ എൻ്റെതാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയല്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങും ഒരുപാട് വേട്ടയാടലിന് ഇരയായതാണ് മാധ്യമവേട്ട. പിണറായിയും കുടുംബവും വലിയ രീതിയിൽ വേട്ടയാടലിന് ഇരയാവുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻഗ്രീഡിയൻസ് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ലീഗിൻ്റെതല്ലാത്ത പല നേതാക്കളുടെയും. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്? അല്ല, അതിനെപ്പറ്റി ഇപ്പോൾ എനിക്കങ്ങനെ ഒരു മീഡിയയിൽ ഞാനിപ്പോൾ ഒരു ഓപ്പൺ പ്രതികരണം നടന്നു. ഒരുപാട് മറ്റ് ചർച്ചകൾക്കിടയാകും. അത്തരം കാര്യങ്ങൾ തന്നെ ലൈവ്. കുടുംബങ്ങളെ ആക്രമിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ കാര്യത്തിൽ പറഞ്ഞാൽ ഇനി അത് വീണ്ടും ലൈവാക്കാനായി ഉപകരിക്കുള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അസുഖകരമായ ഇത്തരം ചർച്ചകൾ കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ ഇതിലൊരു എക്സ്ട്രാ കമൻറ്റും കൂടി പറഞ്ഞിട്ട് അത് ലൈവാക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോഴത്തെ ഗവർണറുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? മാത്രമല്ല, രാഷ്ട്രീയമായ ഒരു പഴയ ചരിത്രത്തിൻ്റെ ഒരു തിരിശേഷിപ്പ് കൂടി ലീഗിന് കൃത്യമായി അത് പൊളിറ്റിക്കൽ കമൻറ്റായി ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞങ്ങൾ UDFO ലീഗോ എല്ലാ കാര്യങ്ങളിലും ഗവർണറെ അനുകൂലിക്കാൻ ഞങ്ങൾ പോയിട്ടില്ലല്ലോ. ഗവർണറുടെ പല പ്രവർത്തനങ്ങളെയും ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ UDFും ഈ ലീഗുമൊക്കെ ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ അനുകൂലിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരമാണത് എന്ന് ഞങ്ങൾ ഉച്ചസ്ഥരം പറയുകയും ചെയ്തു. അസംബ്ലിയിലും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി. ഇപ്പോൾ വന്ന് ഗവർണർ ആ പദവിയുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഒരുപാട് നിലവാര തകർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാം ഇങ്ങനെ ഒന്നും പഴയ കാലത്ത് ആ കാര്യത്തിൽ ഗവർണർ കാണോ ഉത്തരവാദിത്വം കൂടുതൽ സർക്കാരാണ്? അത് മാത്രമല്ല, സർക്കാരിനെ ആ കാര്യത്തിൽ എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ, അല്ല അതിനെ നിയമസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിടണം. തമിഴ്നാട്ടിലും ഉമ്പടി എല്ലായിടത്തും ഉണ്ടല്ലോ. അതിനെ കോൺഗ്രസ് അല്ല, അതിൽ മറ്റു രാഷ്ട്രീയമല്ല കേന്ദ്രത്തിന്റെ ഇപ്പം ഉണ്ടായ റീസെൻ്റ് ആയിട്ടുണ്ടായ സംഭവവികാസങ്ങളാണ് ഞാൻ പറയുന്നത്. ഓവർ വർത്തമാനം പറഞ്ഞുകൊണ്ടും ഇഷ്യൂ ഉണ്ടായ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, ബില്ല് ഒപ്പിടാക്കണേ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ബില്ലൊപ്പിടാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണ് എല്ലാ അധികാരവും. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ഗവർണർ കയ്യിലെടുക്കുന്നതിന് ഒരിക്കലും UDFോ കോൺഗ്രസ്സോ ലീഗോ അനുകൂലിക്കില്ല. കാരണം ഇപ്പോൾ ഇവിടെ അനുകൂലിച്ചാൽ തമിഴ്നാട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഗവർണറും ആലോചിക്കണം. ഇത്ര പച്ചക്ക് രാഷ്ട്രീയം പറയാ കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ അങ്ങ്
പിന്നെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ പിന്നെ അത് ആളുകൾ അന്തം വിടും. അതാണ് അന്തം വിട്ടു പോകും. അതാണ് അതിൻ്റെ കാര്യം. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്